ഫോണ് കളിക്കും ചെറുതായിട്ടൊന്ന് പഠിക്കണേ. നമ്മളെ അച്ഛനാണ്ടോ ഓണത്തിന് അച്ഛനും അച്ഛമ്മ അങ്ങോട്ട് വന്ന് രാത്രി ആയോണ്ട് കാണിക്കാൻ പറ്റിയില്ല. അച്ഛമ്മേനെ കാണിച്ചു കിട്ടുക പറഞ്ഞതെന്താ പ്രത്യേകിച്ച് വലിയൊരു വെടിയൊന്നുമല്ല. ചെറിയ ചെറിയ പരിപാടി നമ്മള് മാത്രം കൂടിയിട്ട് വൈകുന്നേരം പരിപാടി. എല്ലാരും ക്ലാസ് കഴിഞ്ഞപ്പോ ചെറിയ കേക്ക് കട്ട് ചെയ്യാ നമ്മളടുത്ത ഡെക്കറേഷൻസ് ഒക്കെ കാണിച്ചു തരാം. തലന്തിച്ചോക്കുന്നു. അപ്പൊ ഒക്കെ ഇതാണ് നമ്മളെ ഉണ്ണീന്റെ പിറന്നാളിന്റെ പായസം. ഉണ്ണിയതാ പായസം കുടിക്കുന്നുണ്ട്. അച്ഛമ്മേനെ കണ്ടില്ല എല്ലാരും. ഓണം വ്ലോഗിൽ അച്ഛമ്മേനെ അച്ഛനെയും കിട്ടിയില്ല. ഒരാടെ അതെ തങ്കം പോലത്തെ എല്ലാരോടും ചിരിച്ചോളി. ഉണ്ണി കണ്ടോ പായസം കുടിക്കണേ പിറന്നാളായിട്ട്. ഉണ്ണിയാ ഇവിടെ ജാടട്ടിരിക്കുക. ഉണ്ണി ഇവിടെയൊക്കെയാ ജാട കുട്ടിയാണ്. ജാട കുട്ടി. എങ്ങനെയുണ്ട് പായസം? രസമുണ്ടോ? എല്ലാവർക്കും കൊടുത്തില്ലേ? ഉണ്ണീന്റെ പിറന്നാളായിട്ട് നമ്മള് വാങ്ങിയ ബലൂണാ. പക്ഷെ ഉണ്ണിക്ക് തീരെ മൈൻഡില്ലേ. ഇനി സ്കൂളിട്ട് വന്നപ്പോ നമ്മളെ തീരെ മൈൻഡ് ആക്കിയില്ല. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇടാ വിചാരിച്ചു. ഉണ്ണിയാ ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഉണ്ണീന്റെ ചെറുപ്പത്തിലുള്ള കളിപ്പാട്ടാ. ഇതാരും വാങ്ങി ഉണ്ണിയാ? ആരാ അച്ഛമ്മ നിങ്ങൾ വാങ്ങി കൊടുത്തേ? ഈ രണ്ട് കളിപ്പാട്ടം തല മുട്ടു. അപ്പൊ സിഗുട വരുന്നുണ്ട്. സ്കൂൾ ഇട്ടിട്ട് ഇപ്പഴാണ് വരുന്നത്. സിഗുട എന്തോ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വന്നിക്കണ് ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. എന്തുണ്ണിയായി സാധനന്താ? അതിലെന്താ ചേച്ചി? കുഞ്ചി. ഓ പുതിയ കുഞ്ചി. അതാ ഓവർ എക്സ്പ്രഷൻ. നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. സ്റ്റിക്കറോ മോളെ. ഇനിയിപ്പോ നോട്ടില് മൊത്തം തെക്കോ. ഇഷ്ടായോ? ഓ ഡെക്കറേഷന്റെ ഒക്കെ ചെയ്തിട്ട് അക്കുസി കൂടി വരികയാണ്. അച്ഛമ്മണ്ട്. അച്ഛമ്മന്റെ നെറ്റിയില് കണ്ടോ ഉണ്ണിക്ക് കിട്ടിയ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ട് പൊട്ടായിട്ട്. ശ്രീകോട്ട കൊടുത്ത ഗിഫ്റ്റാണ്. ഇജ്ജ് എന്തെങ്കിലും കൊടുത്തോ? ഞാൻ എന്തൊക്കെ ഇതൊന്നും സീകുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അല്ല ഗിഫ്റ്റ് അല്ല, പ്രൈസാണ്. അല്ല എന്തിനേയും മൊമെന്റ് ആണ്. ഞാനും സീകുട്ടി കൂടെ പോയി വാങ്ങിയതാണ്. 4 മണിക്കൂർ അവിടെ നിന്നിട്ട് വാങ്ങിയതാണ്. ഇവര് ഞങ്ങളെ കൂട്ടാണ്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി നടന്നതാ. എന്താ അരിയാ കാത്തുക്കഞ്ഞേ? ബിരിയാണി ഒന്നും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു അവിടെ. ചിക്കൻ പീസ് അവിടെ വിശന്ന് നിൽക്കായിരുന്നു. ഒന്നും കാത്തുക്കാണ്ട് എല്ലാം തിന്ന്. നമ്മളിവിടെ വന്നപ്പോ എല്ലാരും ഫുഡ് കഴിക്കാം. ഓ അതെ തിന്നോണ്ട് കാത്തുക്കായിരുന്നു. എന്താലേ ഉടായിപ്പിന്റെ അങ്ങേ അറ്റം. വെൽക്കമിങ്ങാ റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ റെഡി ആക്കിയതാണ്. ഈ സംഭവം രണ്ടാളും കൂടെ ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ചുണ്ട്, ഇവിടെ കുറച്ചുണ്ട്, എല്ലായിടത്തും കുറച്ചുണ്ട്. ഇതൊക്കെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് എടുത്ത് വെച്ച പ്രിന്റ് ഔട്ടാ. ഇനി എല്ലാ ബർത്ത്ഡേക്കും എടുക്കാൻ വെച്ചിട്ട് കുറെ ഉള്ളതുകൊണ്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതന്നെ തൂക്കാൻ വിചാരിച്ചു. ഇതോ ചെറുതാകുമ്പോഴുള്ള ഫോട്ടോ വരെ ഉണ്ട്. നമ്മക്കോ ചെറുതാകുമ്പോ ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മള് എല്ലാ ഫോട്ടോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ ഉണ്ടോ? ഉണ്ണി ചെറുതാകുമ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ? കൊറേ ഫോട്ടോസ് ഉണ്ട് കേട്ടെ. അന്നൊന്നാമത് കൊറോണ ടൈം ആയതുകൊണ്ട് വീട്ടിൽ തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കളഞ്ഞിട്ടില്ല, ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ.
ഇതെന്തുണ്ണിയാ? ആ, എത്ര വയസ്സാ? എത്ര വയസ്സായി? 5 ആണ്. ഇനി എത്രയല്ല പഠിക്കണേ? മറന്നുപോയി. സ്കൂളിട്ട് വന്നിട്ടുള്ളൂ, അപ്പത്തിന് മറന്നില്ലേ? കിച്ചേച്ചിയോ പിന്നെ എന്റെ ഏച്ചിയൊക്കെ വാങ്ങി തന്നെ. അതുകൊണ്ടാണ് ഈ കിച്ചേച്ചി ഇതുവരെ വീഡിയോ എടുക്കാത്തതിന്റെ പറഞ്ഞതായിട്ട്. ഗൈസ്, ഇതാണ് നമ്മളെ അച്ഛമ്മ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ റിയാക്ട് ചെയ്യാണ് ഗൈസ്. ചിരിക്കോ നോക്കാം ഗൈസ്. ഞാൻ ഇങ്ങനെ തൊടാൻ പോയപ്പോ ഭയങ്കര ടെൻഷൻ. എന്റെ അമ്മേന്റെ അച്ഛന്റെ വീഡിയോക്ക് വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ ലൈക്ക് 50 അങ്ങനെ എന്തോ ഉണ്ട്. അതെ, നമ്മളെ ചാനലിൽ ആകെ കിട്ടിയത് 10K, മാക്സിമം 10K. അതും പാപ്പന്റെയും മേമന്റെയും. ഗൈസ്, അച്ഛമ്മ ചിരിക്കുന്നു ഗൈസ്. അച്ഛമ്മ മരുമക്കളെയും പേരക്കുട്ടികളെ അഭിനയം കണ്ടിട്ട് അതാണ്. അതെ, സ്വയം പൊക്കി എന്ന് പറഞ്ഞ അക്കുന്റെ മാതിരിയുള്ള സ്വയം പൊക്കി ജീവിതത്തിലില്ല ഗൈസ്. എല്ലാരും ഒരേ പരിസരത്തിൽ പറയും. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. താഴെ പോയി റെഡിയാക്കിട്ട് വരാം ഗൈസ്. എല്ലാരും ഇവിടെ പണിയിലാണ് ഗൈസ്. കൊറേ ഫോട്ടോസ് ഉണ്ട്. നമ്മൾ ആപ്പി അടിച്ചിട്ടുണ്ട്, ചടിക്കും. ഗൈസ്, ദിസ് ഈസ് മൈ ബ്രദർ. എവിടെ എന്റെ ബ്രദർ? എവിടെ ഉണ്ണിയുടെ സിംഗിൾ ഫോട്ടോസ് അല്ലേ? അച്ഛമ്മ എങ്ങനെയുണ്ട്? എന്താണ് പറയാനുള്ളത് ഉണ്ണീനെ കുറിച്ച്? ഞാൻ ഗൈസ് അമ്മമാരുള്ള ഫോട്ടോ. നമ്മളെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇവിടെ നമ്മള് ഫോട്ടോ ഒട്ടിക്കാൻ മേമ ഗൈസ്. മേമയ്ക്ക് നാളെ വന്ന വീഡിയോ ഇട്ടാക്ക് നല്ല ഇഷ്ടായി. പിറന്നാളുകൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. എന്താ വേണ്ടേ? സാമ്പാർ. അച്ഛമ്മ വിളമ്പി കൊടുക്കുന്നു. ഇന്നെ കണ്ടില്ല നടക്കണല്ലേ? കാൻഡിൽ കത്തിക്കുകയാണ്. ബർത്ത്ഡേ ഗേൾ. ഗൈസ്, നമ്മളെ ഡെക്കറേഷൻ കഴിഞ്ഞു ഗൈസ്. ഗൈസ്, എനിക്ക് ലൈസൻസ് ഉണ്ട് ഗൈസ്. നമ്മള് സദ്യ കഴിക്കുകയാണ്. പിറന്നാളൊക്കെ ആയപ്പോ സദ്യ കഴിക്കുകയാണ്. ചേച്ചി എങ്ങാണ്ട് പപ്പടപ്പോ പൊട്ടിയല്ലേ? ഹലോ ഗൈസ്, ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇവലൊന്നും കഴിഞ്ഞില്ല. അല്ല, നമ്മളൊക്കെ വില പോലെ തന്നെ നമ്മള് ഫുഡ് കഴിച്ചു. തിന്നാനൊക്കെ എത്ര ആർത്തി വെച്ചു. നമ്മൾ ആസ്വദിച്ച് കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും സീരിയലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോയി ഫുഡ് കഴിക്കാൻ പോകും. ഇതുവരെ ഫുഡ് കഴിച്ച് കണ്ടോ ഗൈസ്? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഫുഡ് കഴിക്കുന്ന ഒരാളുണ്ടോ? കണ്ടോ ഗൈസ്? വെറുതെ ഉള്ളതും. നമ്മുടെ പോയി ഉറങ്ങട്ടെ. ബൈ ബൈ.